ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് മിഥുനമാസം 21 തീയതി, അതായത് 2017 ജൂലൈ മാസം 5 തീയതി. ഇന്ന് ബുധനാഴ്ചയാണ്. നക്ഷത്രം അനിഴമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരുപാട് ജ്യോതിഷ ശാസ്ത്രത്തെക്കുറിച്ച് നമുക്ക് അറിവ് പകർന്നു നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ ഇന്നും നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം നമുക്ക് വേണ്ടി ജ്യോതിഷ പരിഹാര മാർഗനിർദ്ദേശങ്ങൾ തരുവാനും അതുപോലെ തന്നെ കത്തുകൾക്കുള്ള മറുപടി നൽകുവാനും ഒപ്പം കുറേയധികം അറിവുകളുടെ നുറുങ്ങുകൾ പകർന്നു നൽകാനും ഒക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഏറെ ആദരവോടെ ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് കണ്ണൂരിൽ നിന്ന് സനീഷ് എഴുതുന്ന കത്താണിത്. പ്രമുഖ ബാങ്കിലെ മാനേജറാണ് ഞാൻ. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. 2 സഹോദരങ്ങളുണ്ട്. അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടുമൊപ്പം തറവാട്ടിലായിരുന്നു ഇതുവരെ താമസം. പുതിയ വീട് വാങ്ങിയിട്ട് 3 മാസമായി. അതിൽ താമസിച്ചു തുടങ്ങിയതിൽ പിന്നെ ഭാര്യ രശ്മി വലിയ കലഹമാണ്. കുട്ടികളൊന്നും ഇതുവരെ ആയിട്ടില്ല. ഭാര്യയ്ക്ക് ജോലിയുമില്ല. കൂട്ടുകുടുംബമായി താമസിച്ചപ്പോൾ കുഴപ്പമില്ലാതിരുന്ന ഭാര്യ ഇപ്പോൾ പ്രശ്നമുണ്ടാക്കുവാനുള്ള കാരണം എന്താണ്? പുതിയ വീടിൻ്റെ ദോഷമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രഹനില ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് ധനുരാശിയാണ്. ധനുരാശിക്കാർക്ക് പ്രത്യേകിച്ച് സനീഷിന് വിവാഹ ദാമ്പത്യ സ്ഥാനത്ത് ക്രൂരഗ്രഹമായ പാപഗ്രഹമായ ചൊവ്വ പ്രവേശിച്ചിരിക്കുകയാണ്. അതായത് മിഥുന രാശിയിലേക്ക് ചൊവ്വ പ്രവേശിച്ചു. ധനുരാശി ശനി നിൽക്കുകയും മിഥുന രാശി ചൊവ്വ നിൽക്കുകയും ചെയ്ത് 7ാമത്തെ രാശിയിലേക്ക് നോക്കുമ്പോൾ ഇതിനെ അഗ്നിമാരുത യോഗം എന്നാണ് പറയുന്നത്. അഗ്നികാരകനായ ചൊവ്വയും വായുകാരകനായ ശനിയും 7ാം രാശി പരസ്പരം ദൃഷ്ടി ചെയ്യുമ്പോൾ ഇത് ഒരു 45% അഗ്നിമാരുത യോഗമാണ് ഈ ദമ്പതികൾക്ക് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് സനീഷിന് ദാമ്പത്യസ്ഥാനത്ത് അഗ്നിമാരുത യോഗം നിൽക്കുമ്പോൾ കൂട്ടുകുടുംബത്തിലായിരുന്നപ്പോൾ ഉള്ള ഉത്തരവാദിത്തങ്ങൾ തൻ്റെ ഭർത്താവിന് സെപ്പറേറ്റ് ജീവിതം വന്നപ്പം ഇല്ലയോ എന്നൊരു സംശയം വരാം. ചിലപ്പോൾ അത് ഇല്ലാതാകുകയും ചെയ്യാം. നന്നാവാൻ വേണ്ടി ഇവർ സെപ്പറേറ്റ് ഒന്ന് ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് മാതാപിതാക്കൾ വേറെ വീട് വെച്ച് കൊടുത്ത് കൊത്തി ഓടിച്ചതാവാം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറി നമുക്കൊരു സെപ്പറേറ്റ് ജീവിതം വേണം എന്ന് മകൻ്റെ ഭാര്യ തീരുമാനിച്ച് വേറൊരു കെട്ടിടം വെച്ച് അങ്ങോട്ട് മാറിയതാകാം. അങ്ങനെ മാറുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരവാദിത്വം ഭാര്യയ്ക്ക് കൂടും. കാരണം ഞാൻ വിളിച്ചുകൊണ്ട് പോയി വേറെ വീടുമൊക്കെ പണിതു, ചേട്ടന് പഴയ പോലുള്ള ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല, എല്ലാത്തിലും ഒരു കെയർലെസ്സാണ്. ഈ ഒരു ജിജ്ഞാസ ഒരു ഭാഗത്ത് ഉണ്ടാകാം സ്വാഭാവികമായി. മറിച്ച് ജ്യോതിശാസ്ത്രപരമായിട്ട് അഗ്നിമാരുത യോഗവും കൂടിയാണ്. ഇത് 1 മാസം കൂടെ ഈ മാരുത യോഗം നിൽക്കും. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന 2 നക്ഷത്രക്കാരായ യുവതീ യുവാക്കൾക്കും കമിതാക്കൾക്കും ദാമ്പത്യം നടത്തി വരുന്നവർക്കും രോഗം, ദുരിതം, സർജറി, കലഹം, വിരഹം, കോടതി കച്ചേരി, അതായത് ഡൈവോഴ്സിന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, വക്കീൽ നോട്ടീസുകളൊക്കെ പോകാം, അല്ലെങ്കിൽ ഭാര്യ വേണമെങ്കിൽ വീട്ടിലോട്ട് പോകാം, അല്ലെ 2 പേരും 2ആയിട്ട് തിരിയാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയാസ്പദമായ ദുരൂഹതകളൊക്കെ വരുന്ന കാലഘട്ടങ്ങൾ, ചില അബദ്ധങ്ങൾ, അമളികൾ സംഭവിക്കുക. ഇതൊന്നുമല്ലാകിലും ഇങ്ങനെയൊന്നും തന്നെ സംഭവിച്ചില്ലെങ്കിലും പ്രകൃതിദത്തമായ കൊടുങ്കാറ്റ്, പേമാരി, മറ്റെന്തെങ്കിലും ഭൂമികുലുക്കങ്ങൾ, ഇങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് വരുവാനും, അല്ലെങ്കിൽ വാഹന സംബന്ധമായി അപകടം വരുവാനോ, അല്ലെങ്കിൽ ഗ്രഹത്തിൽ കള്ളന്മാർ കടന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അക്രമികൾ വരുവാനോ ഒക്കെ ഉള്ള സാധ്യതകൾ. അതുകൊണ്ട് ദമ്പതികൾ വളരെയധികം ശ്രദ്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ലഘൂകരിപ്പിച്ച് ഇതാണ് സമയം എന്ന് കണ്ട് ചെറിയ കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് ഒക്കെ മുന്നോട്ട് പോകണം. ഇതിന് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ത്രിപുരസുന്ദരി എന്ന് പറയുന്ന കർമ്മം, സ്വസ്തികം പത്മമിട്ട് ഇരുവരുടെയും പേരും നക്ഷത്രവും ചേർത്ത് സിന്ദൂരാരുണ വിഗ്രഹാം തൃനയനാം മാണിക്യമൗലിസ്ഫുരൽ താരാനായകശേഖരാം സ്മിതമുഖീ ആപീതവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരക്തചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം ഖടസ്ഥലിത്വചരണാം ധ്യായേൽ പരാം അംബികാം ധ്യായേൽ പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായദാക്ഷീം
ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസൽ ഹേമ പത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതം അഭയതാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പൽപ്രദാത്രീം. സകല സുരന്മാർക്കും സർവസമ്പത്തുകളും ദോഷകാഠിന്യങ്ങളും മാറ്റുന്നതായ ത്രിപുരസുന്ദരിയെ അല്ലെങ്കിൽ ദുർഗാ ഭഗവതിയെ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭഗവത് സേവയായിട്ടോ അല്ലെങ്കിൽ ഭഗവത് ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുകയും ഐകമത്യ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്താൽ ഈ ദാമ്പത്യ കലഹം, വിരഹം, പ്രശ്നങ്ങൾ ഇവ ലഘൂകരിപ്പിക്കുകയും കറണ്ട്, അഗ്നി, ആയുധം ഇവ സംബന്ധമായ അപകടങ്ങൾ, തസ്കര ശല്യം, ദാമ്പത്യ കലഹം, സംശയരോഗം എന്നിവയ്ക്കൊക്കെ ഒരു പരിധിവരെ ശമനം വരുന്നതുമാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കും സംശയ ദൂരീകരണങ്ങൾക്കുമൊക്കെയായി സർ ഡോക്ടർ കുടമാളൂർ ശർമാജിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങളും സംശയ ദൂരീകരണവും ഉറപ്പുവരുത്തുക.